രേണുവിന് നമ്മൾ മൈക്രോബ്ലേഡിങ്ങിൻ്റെ സെക്കൻഡ് സിറ്റിങ്ങിന് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന സ്കിൻ വൈറ്റനിങ് BB ഗ്ലോ ട്രീറ്റ്മെൻറ്റ് കൂടെയാണ്. അപ്പോൾ നമ്മളിപ്പം അതിൻ്റെ രണ്ടാമത്തെ സിറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ രേണുവിൻ്റെ ഫേസ് എല്ലാവർക്കും അറിയാം, ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്കിൻ ടോണിനെ വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തുമാത്രം ബ്രൈറ്റായി എന്നുള്ളത്. നമ്മുടെ ഒരു സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സെക്കൻഡ് സിറ്റിംഗ് ആണ് ഇന്നിപ്പോൾ രേണു ചെയ്യുന്നത്. അതായത് മൈക്രോബ്ലേഡിങ് സെക്കൻഡ് സിറ്റിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ്സും അതിന് വേണ്ടിയിട്ടും സ്കിൻ ടോൺ ഒന്ന് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഒരു 1 ടോൺ 2 ടോൺ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് സ്കിൻ വൈറ്റനിങ് BB ഗ്ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗ്ലൂട്ടോത്തൈൻ സിറംസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം ചേർന്ന സിറംസ് എല്ലാം ആദ്യം നമ്മൾ ഇൻഫ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ BB ഗ്ലോ വെച്ചിട്ടൊരു നാനോ നീഡിൽസൊക്കെ വെച്ചിട്ട് ഒന്ന് സ്കിന്നിനെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് വൈറ്റനിങ് BB ഗ്ലോ. രേണുവിന് നമ്മൾ മൈക്രോബ്ലേഡിങ്ങിൻ്റെ സെക്കൻഡ് സിറ്റിങ്ങിന് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന സ്കിൻ വൈറ്റനിങ് BB ഗ്ലോ ട്രീറ്റ്മെൻറ്റ് കൂടെയാണ്. അപ്പോൾ നമ്മളിപ്പം അതിൻ്റെ രണ്ടാമത്തെ സിറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ രേണുവിൻ്റെ ഫേസ് എല്ലാവർക്കും അറിയാം, ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്കിൻ ടോണിനെ വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തുമാത്രം ബ്രൈറ്റായി എന്നുള്ളത്. നമ്മുടെ ഒരു സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സെക്കൻഡ് സിറ്റിംഗ് ആണ് ഇന്നിപ്പോൾ രേണു ചെയ്യുന്നത്. അതായത് മൈക്രോബ്ലേഡിങ് സെക്കൻഡ് സിറ്റിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ്സും അതിന് വേണ്ടിയിട്ടും സ്കിൻ ടോൺ ഒന്ന് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഒരു 1 ടോൺ 2 ടോൺ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് സ്കിൻ വൈറ്റനിങ് BB ഗ്ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗ്ലൂട്ടോത്തൈൻ സിറംസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം ചേർന്ന സിറംസ് എല്ലാം ആദ്യം നമ്മൾ ഇൻഫ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ BB ഗ്ലോ വെച്ചിട്ടൊരു നാനോ നീഡിൽസൊക്കെ വെച്ചിട്ട് ഒന്ന് സ്കിന്നിനെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് വൈറ്റനിങ് BB ഗ്ലോ.